ready, powered by Josco Jewelers. ഏറ്റവും നല്ല ഗെയിം കണക്കിൻ്റെതാണ്. എൻ്റെ കയ്യിൽ കീശയുമില്ല പണവുമില്ല, പക്ഷേ കീശയിൽ പണം വരുന്ന ഗെയിമാണെങ്കിലോ വെരി ഹാപ്പി അല്ലേ? അതുപോലെ ഈ വേദിയിൽ നിങ്ങളുടെ നോളജ് നമ്മൾ ചേഞ്ച് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പണമാക്കി നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ഏക വേദിയാണിത്. ഇന്നലെ നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രജിത്ത് ആൻഡ് ഷമ. I work as a consultant. ഓക്കെ, എവിടെയാണ്? എറണാകുളത്താണ് വർക്ക് ചെയ്തത്. ഞാൻ പ്രജിത്തിന്റെ അടുത്ത് ചോദിച്ചില്ല, പ്രജിത്തിന്റെ അർത്ഥം എന്താ? Too scary actually. It is scary. അതേപോലെ ഇവിടെയും കൂടി ഒരു ബോക്സ് വെക്കണം തെറ്റാണെങ്കിൽ അതിലോട്ട് ചാടാനല്ലേ? ഇറ്റ്സ് ഓക്കെ, അത് തുറക്കുമ്പോൾ യു ക്യാൻ ഗോ ഇൻടു ഇറ്റ്. മാധവ ജയ ശൗരേ മഹാത്മൻ മാധവ ജയ ശൗരേ. ഇന്ന് 50 ലക്ഷവുമായി അവർ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ പോവാണ്. നമുക്ക് വീണ്ടും പ്രജിത്തിനെയും ഷമയെയും സ്വാഗതം ചെയ്യാം. വെൽക്കം വൺസ് അഗൈൻ. Welcome back. Welcome back. Good to have you here again. How do you feel? 50 lakhs ഇവിടെ വെച്ചുകൊണ്ടല്ലേ പോയത്? Yes, that's what I thought. ഞാൻ അത് That's what നോക്കിയത് you come for. I like what you're wearing. Thank you. Dressed in black. Do you like black? Yes, but I like white more. You like white more. You remember all the steps of the game. Yes, kind of. Very easy. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. ആൻസർ ശരിയായ ഉത്തരം നൽകാനുള്ള സമയം വെറും 60 സെക്കൻഡ് മാത്രം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. Are you ready? Yes. Okay, so let us play Vival Kail Oru Kodi. Are you ready? തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഗെയിം പൊസിഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ? നോക്കാം, വീണ്ടും ഓർമ്മിപ്പിക്കാം. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം അടുത്തത്. In total 5 more questions remaining. Again a 5 figure, 50 lakhs in hand. Third question. Ready ആണോ? Yes. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു ചെറിയൊരു ചോദ്യമാവാം. ജസ്റ്റ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, ക്ഷമയുടെ പേര് പോലെ തന്നെ എങ്ങനെയാണ് ഇത്രയും ക്ഷമയോടെ കഥകളി പദമൊക്കെ പഠിച്ചെടുത്തതും ആസ് എ ലേഡി അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് ഇൻ ദിസ് ഫീൽഡ് ഓഫ് വർക്ക് ദാറ്റ് യു ലൈക്ക് ടു ഡു? ഐ മീൻ ദിസ് ഇസ് നോട്ട് വാട്ട് യു ഡു ഫോർ മണി, No. ബട്ട് ആസ് എ കലാരൂപമായിട്ട് എങ്ങനെയാണിത് ഏറ്റെടുത്തതും? തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് കഥകളി ലോകത്ത് നിൽക്കണമെങ്കിൽ തന്നെ അത് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അത് ഏത് ഇതാണെങ്കിലും. ഇപ്പോൾ വേഷവും പാട്ടും മാത്രമേ സ്ത്രീകളുള്ളൂ. ചെണ്ട പണ്ടുണ്ടായിരുന്നു, മത്തളവും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ലേഡീസ് ഒരു ലേഡിയോ മറ്റോ ഉണ്ടായിരുന്നു. മത്തളം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ്. യു പുട്ട് ഇറ്റ് ഓൺ യുവർ ഹിപ്പ്. അപ്പോൾ മത്തളം അത്രയും കണ്ടുവരുന്നില്ല. പക്ഷെ ചെണ്ട ഇപ്പോൾ ഒരുപാട് കുട്ടികളും പെൺകുട്ടികളും വായിക്കുന്നുണ്ട്. കഥകളി പദവും അതുപോലെ വേഷവും പാട്ടും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഒരു സൈനായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് കഥകളിക്കാര് അല്ലെങ്കിൽ കഥകളി ആസ്വാദകര്. പക്ഷെ പ്രൊഫഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങേയറ്റം ഡെഡിക്കേഷനും അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ മണി മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ മണിക്ക് വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് മുന്നോട്ട് സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മണി ശരിക്കും ഏൺ ചെയ്യാൻ പറ്റുമോ? എല്ലാ ആശാമാരും പണ്ടത്തെ ആശാമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കഥകളി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. നമ്മൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ അതിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ വയസ്സാവുമ്പോൾ അതിങ്ങനെ ഒരു 50-60 വയസ്സാവുമ്പോഴാണ് നമ്മളെ തേടി അംഗീകാരങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടി അപ്പോഴത്തേക്ക് പക്വത ആവുള്ളൂ. മനസ്സെവിടെയോ പറയുന്നു കഥകളി ഒരു കാറ്റഗറിയായി ക്ഷമയ്ക്ക് കിട്ടണേ അല്ലേ? കിട്ടട്ടെ. All right, so shall we have the categories? Yes. All right, keep your fingers crossed. Third question ekulla categories are ജില്ലകൾ ടൂർണമെന്റ്. ജില്ലകളാണ്. ഓക്കെ, ജില്ലകൾ
ആണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻ നോക്കാം. തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, പത്തനംതിട്ട. ചോദ്യം ഇതാണ്: ഏത് ജില്ലയിലാണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻസ്: തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, പത്തനംതിട്ട. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂരും കോഴിക്കോടും ഇല്ല. തൃശ്ശൂർ വെക്കാം. 50 seconds remaining. കാണിപ്പയ്യൂരുണ്ടല്ലോ, ഇവിടെ അല്ലേ? കാലിക്കറ്റ് ഇല്ല. എന്നാ പത്തനംതിട്ട 30 ഉണ്ടോ? seconds remaining. എന്താ വെക്കാം? തിരുവനന്തപുരം ഉണ്ടോ? അയ്യോ, പോയ എല്ലാം പോവും. 30 seconds പുറത്ത് remaining. 6 വെച്ചു. അയ്യോ, പോണത് മുഴുവൻ പോവും. കോഴിക്കോടില്ല, ഉറപ്പല്ലേ? എല്ലാവരും വെക്കാൻ വയ്യല്ലോ. 20 seconds remaining. ഗുരുകുലം 10. ഉറപ്പല്ലേ? Time over. Quick change option ഇല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിരുന്നു. ഏത് ജില്ലയിലാണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ: തൃശ്ശൂരിൽ 34 ലക്ഷം, തിരുവനന്തപുരം 8 ലക്ഷം, കോഴിക്കോട് ഒന്നുമില്ല, പത്തനംതിട്ട 8 ലക്ഷം. ഡൗട്ട്ഫുൾ ആണോ? Please step forward. Expensive idea. നോക്കാം. Top or drop? $42 lakhs നഷ്ടപ്പെട്ടിരിക്കുന്നു. 42 ലക്ഷം. പത്തനംതിട്ടയിൽ 8 ലക്ഷമുണ്ട്. കോഴിക്കോടിൽ ഒന്നും ഇല്ല. പ്ലീസ് കം ഫോർവേഡ്. You want to continue the game, right? Definitely yes. Top or drop? Thank God. I was not even looking that side. പത്തനംതിട്ടയിൽ സാംസ്കാരിക വകുപ്പ് സ്ഥാപിച്ചതാണ് ഈ ഗുരുകുലം. ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ആർക്കിടെക്ചർ. സാംസ്കാരിക വകുപ്പ് ഡെവലപ്പ് ചെയ്തൊരു സ്ഥാപനമാണ് ഈ ഗുരുകുലം. 8 ലക്ഷം നിങ്ങൾക്ക് തുടരാനുള്ള നല്ലൊരു എമൗണ്ട് ആണ്. ഇപ്പോഴും 8 lakhs is hard to make. Yes, definitely. 8 lakhs ഒരു നിമിഷത്തിൽ ഉണ്ടാക്കുന്നത് വളരെ വളരെ റെയറാണ്. ലോട്ടറി തന്നെ കിട്ടണം, ശരിയല്ലേ? ഓൾ റൈറ്റ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർ കാത്തു നിൽക്കുകയാണ് ഫോർ യുവർ ആൻസർ ഓപ്ഷൻസ് ഫോർ ടുഡേ. ദീസ് ആർ യുവർ ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ യേശുദാസൻ, ഓപ്ഷൻ ബി ടോംസ്, ഓപ്ഷൻ സി ശങ്കർ ആൻഡ് ഓപ്ഷൻ ഡി OB വിജയൻ. ചോദ്യത്തിന് ഇനിയും സമയമായിട്ടില്ല. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ഗെയിം. 8 ലക്ഷം കയ്യിലുണ്ട്. ഗെയിം പൊസിഷൻ നമുക്ക് നോക്കാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. 8 ലക്ഷം കയ്യിലുണ്ട്. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗെയിമിന്റെ മിഡിൽ എത്തിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇസ് നെക്സ്റ്റ്. ബട്ട് ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. യു നോ ദ ചേഞ്ച്? അറിയാം. ഒരു ആൻസർ ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇന്ന് മുതൽ അത് ചേഞ്ച് ചെയ്യാൻ പോവായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി ചേഞ്ചസ് പോയ മണി തിരിച്ചു വന്ന് ഒരിക്കലും കൂടി റീപ്ലൈ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ചാൻസും കൂടി. അങ്ങനെ ഓരോ എപ്പിസോഡിലും ഓരോ ചാൻസേ നമുക്ക് മാറ്റാൻ പറ്റും, ഓരോ ചേഞ്ചേ പറ്റുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആ എറണാകുളം ചേരുവകൾ. എറണാകുളത്തിനെ പറ്റിയാണ് ആദ്യം. എറണാകുളം എടുക്കാം.
എറണാകുളം. പറഞ്ഞില്ലെങ്കിൽ അവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആളാ എത്രയോ വർഷം. എല്ലാവരും ചേരുവകൾ ഫോർ എക്സാമ്പിൾ ഡിഫിക്കൽട്ട് കാറ്റഗറി ആണെന്ന് വിചാരിച്ചിട്ടാണ്, ബിക്കോസ് അത്രയും ജനറലൈസ്ഡ് ആവാം. ചില സമയം ഫോർ എ ടഫ് കാറ്റഗറി യു മൈറ്റ് ഗെറ്റ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് ഗിവിംഗ് യു എ ടിപ്പ്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ഫോർ ഓൾ അവർ കണ്ടസ്റ്റൻസ് ടു നോ. എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അതാണ് എൻ്റെ ലോജിക്. ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്യും ഇഫ് ഐ വാസ് സ്റ്റാൻഡിങ് ദെയർ. എറണാകുളമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ കാക്കനാട്, രാമേശ്വരം, കൊച്ചി. ചോദ്യം എന്തായിരിക്കും നോക്കാം. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കാക്കനാട്, രാമേശ്വരം, കൊച്ചി. ആലോചിച്ച് തീരുമാനിക്കുക. ടൈം ഹാസ് ബിഗൺ. ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ പക്ഷെ എന്തായാലും കാക്കനാടാണ്. കാക്കനാട് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നതല്ലേ. കൊച്ചിയല്ല ആദ്യം തൊട്ടുണ്ടായത്. കൊച്ചി ബീച്ചല്ല ആദ്യം ഉണ്ടായത്. രണ്ടെണ്ണത്തിൽ വയ്ക്കാം, ഡിവൈഡ് ചെയ്യാം. എവിടെയാണ്? 40 seconds remaining. 3 അതില് വരും. എന്തായാലും അല്ല. തമിഴ്നാട്. 30 seconds remaining. കാക്കനാട് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നതല്ലേ. ആസ്ഥാനം ഹാർബർ അവിടെയാണ്. 20 seconds remaining. ഭരണ സ്ഥിരാ കേന്ദ്രം എന്ന ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം. അതെ, അതെന്തായാലും കൊച്ചി. വൺ മോർ അതിൽ വയ്ക്കുക. ഡിവൈഡ് ബൈ 2. Divide ആണോ? ഡിവൈഡ് ബൈ 2. ഓക്കെ. 10, 9, 8, 7, 6, 4, 3, 2, 1. കഴിഞ്ഞോ? എക്സ്ട്രാ 30 സെക്കൻഡ് ഇല്ല അത് കണ്ടിന്യൂ ചെയ്യാൻ. പക്ഷെ യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ഡിസ്കസിങ് വൈൽ ഐ ടെൽ യു. കാക്കനാടിൽ 4 ലക്ഷം, രാമേശ്വരത്തിൽ ഒന്നുമില്ല, കൊച്ചിയിൽ 4 ലക്ഷം. നോക്കാല്ലേ? രണ്ടുപേരുടെയും ഡിസ്കഷൻ ഇപ്പൊ അവസാനിക്കും. പ്ലീസ് മുന്നോട്ട് വരൂ. അതേ പക്ഷവും ഈ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും അടികൂടാൻ സാധ്യത കൂടുതലുണ്ട്. ബി റെഡി ഫോർ ദാറ്റ്. ബി റെഡി വിത്ത് യുവർ ഫിസ്റ്റ്. either ഈ കൈ നാച്ചീക്കല്ലേ, ആ കൈ നീച്ചി. കാക്കനാടിൽ 4 ലക്ഷം രൂപ, രാമേശ്വരത്തിൽ ഒന്നുമില്ല, കൊച്ചിയിൽ 4 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്തുവാണിത്? കാക്കനാട് 4 ലക്ഷം പ്രജിത്തായിരുന്നു ശരി. പക്ഷെ ഇഷ്ടായോ ആ ചോദ്യം? എത്രാമത്തെ ചോദ്യമായിരുന്നു അത്? ചോദ്യം ഓക്കേ, നാലാമത്തെ ചോദ്യമായിരുന്നു. നല്ല It ചോദ്യമായിരുന്നു. was a confusing question. little bit. ഈസി ക്വസ്റ്റ്യൻ. എത്ര പേരുണ്ടാവും അറിയോ ഇപ്പൊ Oh, sure, പ്രേക്ഷകർ sure. നിങ്ങളെ അടിക്കാൻ വേണ്ടി അടിക്കാനുള്ള കാത്തിരുന്ന് ആൾക്കാരുണ്ടാവും. പിന്നെ അവിടെ ചെന്നതിന് ഇവിടുന്ന് ഇറങ്ങേണ്ട താമസം. അടിക്കാനുണ്ടാവും. Yeah, they're gonna ഗ്രീൻ stone റൂമിൽ you. തന്നെ ഉണ്ടാവും അടിക്കാൻ. ഇനി എറണാകുളത്തിലേക്ക് കാല് വെക്കരുതെന്ന് പറയും. അവർ 5ാമത്തെ ചോദ്യത്തിലേക്ക് ഇവരെ കൊണ്ടുപോരുതെന്നും പറയും. തീർച്ചയായും. അതുകൊണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ ഫേവറിലാണ് ഇപ്പോഴ്. 5ാമത്തെ ചോദ്യത്തിന് മുമ്പ് ലെറ്റ് us go for a short break on വിവൽ കയ്യിൽ 1 കോടി. Are you ready? Welcome back to വിവൽ കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewellers. Before the break, പ്രജിത്തും ക്ഷമയും 4 ലക്ഷം രൂപയാണ് 4ാമത്തെ ചോദ്യത്തിൽ നഷ്ടപ്പെട്ടത്. രണ്ടുപേരും തമ്മിലൊരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ 60 സെക്കൻഡിനുള്ളിൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ്. they were trying to play safe. കൊച്ചിയിൽ 4 ലക്ഷം വെച്ചു, കാക്കനാടിൽ 4 ലക്ഷം വെച്ചു. പ്രജിത്ത് വാസ് റൈറ്റ്. ഇപ്പോൾ 4 ലക്ഷം രൂപ അതുകൊണ്ട് മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് ഉണ്ട്. Are you ready for the categories? Yes.
ഓക്കെ, ഗെയിം പൊസിഷൻ നമുക്ക് എന്താന്ന് നോക്കാം. 4 ലക്ഷം കയ്യിലുണ്ട്. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 5ാമത്തെ ചോദ്യമാണ് അടുത്തത്. 5ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് എന്താ നോക്കാം. സംസ്ഥാനം, സ്ഥിതി വിവര പട്ടിക. കണക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും. അയ്യോ, ഇത് കണക്കുകളും വേണ്ട. അതിന്റെ ഇതൊക്കെ ആയിരിക്കും. എന്താ വിവരിക പട്ടിക. സംസ്ഥാനത്തിലേക്ക് പോകാം. സംസ്ഥാനം. സംസ്ഥാനം എടുക്കാം. സംസ്ഥാനമായിരിക്കും കുറച്ചും കൂടി. ചോദ്യത്തിലാ കാശ് എല്ലാവരും പോയത്. കാറ്റഗറിയുടെ പേര് കാണുമ്പോൾ തന്നെ പേടിച്ചു പേടിച്ചു പോകും. പേടിച്ചു പോയി. സ്ഥിതി വിവര പട്ടിക. ഓക്കെ, അത് പേര് കേൾക്കുമ്പോ തന്നെ പേടിയോ. സ്ഥിതി വിവര പട്ടിക. കണക്കുകളാണ്. കഴിഞ്ഞ ചോദ്യത്തില് സംസ്ഥാനത്തിലാ കാശ് പോയത്. പോയത്. Why not try? സംസ്ഥാനം. ആസ്ഥാനത്തിനാണ് പൈസ പോയത് കേട്ടോ. അതെ, സംസ്ഥാനമല്ല. ചെറിയ ഡിഫറൻസ് ആണ്. സംസ്ഥാനം സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻ കേരള സർക്കാർ, തമസോമ ജ്യോതിർഗമയ, സത്യമേവ ജയത്തെ. ചോദ്യം നോക്കാം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുദ്രയിൽ ആദ്യം കാണുന്ന വാചകം. വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. കേരള സർക്കാർ, തമസോമ ജ്യോതിർഗമയ, സത്യമേവ ജയത്തെ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. ടൈം ഹാസ് ബിഗൺ. മുകളിൽ നിന്ന് നോക്കുമ്പോ ആനയിലാണ്. ആനയുടെ ഇതാണ്. ആനയുടെ മോള് സത്യമേവ ജയതേ അല്ലേ? സത്യമേവ ജയതയായി. സത്യമേവ ജയതേ. അത് മറ്റത് seconds. തമസോമ ജ്യോതിർഗമയല്ല. ജ്യോതിർഗമയ കണ്ടിട്ട് കേരള സർക്കാരും ഇത് എന്തിന്റെ മുകളിൽ നിന്നാ ഏതായാലും സത്യമേവ ജയതേ. സത്യമേവ ജയതേ വെക്കാം. 40 seconds remaining. തമസോമ ജ്യോതിർഗമയ. ഇത് എവിടെയും കണ്ടിട്ടില്ലല്ലോ. സംസ്ഥാനത്തിന്റെ മുദ്രയിൽ കേരള സർക്കാർ എന്തായാലും അല്ല. 30 അപ്പൊ seconds ഇത് remaining. തന്നെയാവും സത്യമേവ ജയതയല്ലേ. സത്യമേവ ജയതേല് സത്യമേവ ജയതയെന്ന് തമസോമ ജ്യോതിർഗമയ കണ്ടിട്ടുണ്ടോ? ഇല്ല. സത്യമേവ ജയതേ എന്നല്ലേ കണ്ടിട്ടില്ലേ? അതൊക്കെ സത്യമേവ ജയതേ വെച്ചോ. വെക്കാം. വെക്കാം. സത്യമേവ ജയതേ. കേരള സർക്കാരല്ല, തമസോമ ജ്യോതിർഗമയ. അല്ല, കേരള സർക്കാർ കേരള സർക്കാരിന്റെ എംബ്ലത്തിൽ എംബ്ലത്തിലുള്ള വെക്കുകയാണെങ്കിൽ സത്യമേവ ജയതേ അല്ലേ? 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 കേരള സർക്കാരിനല്ലേ. Time over. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുദ്രയിൽ ആദ്യം കാണുന്ന വാചകം എന്നാണ് ചോദ്യം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. കേരള സർക്കാർ ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. തമസോമ ജ്യോതിർഗമയിൽ നത്തിങ്.